Welcome to RK's Stories. താളം ഭാഗം 34. തിളങ്ങുന്ന കണ്ണുകളുടെ മനോഹാരിതയേക്കാൾ അതിലൊളിപ്പിച്ച കുസൃതിയിലാണ് അവന്റെ മനസ്സുടക്കിയത്. അവന്റെ നോട്ടമേറ്റപ്പോ ആ കണ്ണുകൾ ചിരിക്കുന്നതിനേക്കാൾ മനോഹരമായ ഒരു ചിരിയിൽ ആ മുഖം വിടർന്നു. ഒരു വസന്തം മുഴുവൻ ആ സ്റ്റേജിനുള്ളിൽ വിടർന്നതുപോലെ അവനു ചുറ്റും ലോകം പൂത്തുലഞ്ഞു. ആ ചിരിയെ കൂടുതൽ മനോഹരമാക്കുന്ന നുണക്കുഴികളിലേക്ക് ഒരു നിമിഷം കൊണ്ടവൻ നില തെറ്റി വീണുപോയി. ഇയാളാണോ മൃദംഗം വായിക്കുന്നേ? കാറ്റുപോലെ പതിഞ്ഞ സ്വരം കാതിൽ വീണപ്പോ അതേ എന്ന് ഉച്ചരിക്കാൻ വാ തുറന്നെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഉമിനീരിറക്കിയിട്ട് പാട്ടു മറന്നുപോയ ഭാഗവതരെ പോലെ അവൻ മിഴിച്ചിരുന്നു. ചായത്താൽ മിനുക്കിയ മനോഹരമായ നീണ്ടു തുടുത്ത വിരലുകൾ കൺമുന്നിലേക്ക് നീണ്ടുവന്ന് വിരൽ ഞൊടിച്ചു. ഹലോ, ഇയാൾക്ക് ചെവി കേക്കില്ലേ? ചോദ്യത്തോടൊപ്പം ആ മുഖത്ത് വിരിഞ്ഞ ചിരി ഒരു കളിയാക്കലിലേക്ക് നിറം മാറിയിരിക്കുന്നു. അവൻ തലയാട്ടി. അരെ ബേട്ടി, ഉസ്കോ തങ് മത് കർനാ, ബേചാര ഡർ ജായേഗാ. ആണോ? അച്ഛൻ പറഞ്ഞത് കേട്ട് അവൾ ചോദിച്ചു. ഇയാൾ പേടിച്ചിരിക്കുവെന്നോ? പല്ല് ചിലകും പോലെ ചിലച്ചിട്ട് അവനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ചുണ്ടത്താരോ ക്ലിപ്പ് ഇട്ടതുപോലെ ആ ചിരി കോടിപ്പോയി. ചിലങ്ക കിലുങ്ങും വണ്ണം ചിരിച്ചിട്ട് അവൾ അമ്മയുടെ നേർക്ക് നടന്നു. യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വരാൻ പാടുപെടുന്നതിനിടയിൽ അവൾ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയിട്ട് ആ കണ്ണൊന്നിറുക്കി. അതോടെ അവന്റെ സകല പിടിയും വിട്ടു. കടക്കണ്ണിന്റെ ആ ഏറുകൊണ്ട് പിരിവെട്ടിയതുപോലെ അവൻ മൃദംഗത്തിൽ വിരലുകൾ കൊണ്ട് കോറിക്കൊണ്ടിരുന്നു. സേതുവിനെ സംബന്ധിച്ച് ഇന്നേവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരവസ്ഥയായിരുന്നു അത്. ഒരു ചിരിയുടെ മുന കൊണ്ട് അവന്റെ ഹൃദയത്തെ തൊട്ടുണർത്തുകയും ഭ്രമിപ്പിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്തു കളഞ്ഞു അവൾ. സർ, രേവതിയുടെ ശബ്ദമാണ് അവനെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവന്നത്. സാർ റെഡിയല്ലേ? അവൾ ചോദിച്ചു. യെസ്. ശബ്ദം തിരികെ കിട്ടിയെങ്കിലും അവന്റെ മനസ്സപ്പോഴും സ്റ്റേജിന്റെ അങ്ങപ്പുറത്ത് നിൽക്കുന്നവരുടെ നുണക്കുഴികളിൽ എവിടെയോ കളഞ്ഞു പോയിരുന്നു. സാർ പാട്ടിന്റെ ചരണം ആദ്യം ഒന്ന് പാടി തുടങ്ങിക്കോളൂ, പുറകെ ഞാൻ പാടിക്കൊള്ളാം. രേവതി പറഞ്ഞത് കേട്ട് അവൻ തല കുലുക്കി. സ്റ്റേജിലെ ലൈറ്റുകൾ അണഞ്ഞു. ഇരുവശത്തു നിന്നുമുള്ള ചുവന്ന സ്പോട്ട് ലൈറ്റുകൾ മാത്രം സ്റ്റേജിന്റെ നടുക്കു നിൽക്കുന്നവരുടെ ശരീരത്തിൽ പതിച്ചു. ചുവന്ന നിറത്തിൽ ജ്വലിച്ചു നിൽക്കുന്നൊരു സൗന്ദര്യനാളം അതങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് സ്റ്റേജിലും അവന്റെ മനസ്സിലും. ഹാർമോണിയത്തിന്റെ ശ്രുതി ഉയർന്നതിനൊപ്പം സേതു പാട്ടിന്റെ ചരണം മൂളി. കേർട്ടൻ മെല്ലെ ഉയരാൻ തുടങ്ങി. ചരണത്തിലെ ഗണേശ സ്തുതിയിൽ തട്ടിക്കുമ്പിടൽ ചെയ്തു വന്ദിച്ചവൾ ഒരിക്കൽ കൂടി അവനെ നോക്കിയൊന്ന് ചിരിച്ചു. കുതിച്ചു ചാടിയ മനസ്സിനെ അടക്കി നിർത്തിക്കൊണ്ട് സേതുവിന്റെ വിരലുകൾ മൃദംഗത്തിൽ പതിഞ്ഞു. രേവതിയുടെ മനോഹരമായ ശബ്ദത്തിന് സേതുവിന്റെ വിരലുകൾ താളമിട്ടപ്പോ മുന്നിൽ ഒരു നടന വിസ്മയം ഇതൾ വിരിയുകയായിരുന്നു. അവളുടെ നൃത്തച്ചുവടുകളുടെ ചടുലതയും മുഖത്ത് വിരിയുന്ന ഭാവങ്ങളും അതിനൊപ്പം കണ്ണിൽ തെളിയുന്ന വികാരങ്ങളും കാണികളെ ആസ്വാദനത്തിന്റെ പുതിയൊരു തലത്തിലേക്കാണ് ഉയർത്തിയത്. സേതുവിന്റെ ശബ്ദഗാംഭീര്യത്തിൽ ചുരുളഴിഞ്ഞ ജതികൾക്കൊപ്പം ലക്ഷ്യയുടെ കാലിൽ നിന്നും ഉയർന്ന നൂപര ധ്വനികൾ കൂടി ചേർന്ന് ആ ഓഡിറ്റോറിയത്തെ ഒരു മായാ പ്രപഞ്ചമാക്കി തീർത്തു. കാണികളുടെ മനസ്സാവട്ടെ ആ ദൃശ്യവിസ്മയത്തിൽ ഭാരം നഷ്ടപ്പെട്ടു പോയ അപ്പൂപ്പൻ താടികളെ പോലെ ഒഴുകി നടന്നു. നീണ്ടു നിൽക്കുന്ന കരഘോഷങ്ങളുടെ ശബ്ദം കേട്ടാണ് സേതു കണ്ണുകൾ തുറന്നത്. മുന്നിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന കാണികളെ നോക്കി ചെറുകിതപ്പോടെ തൊഴുതു നിൽക്കുന്ന ലക്ഷ്യ. കേർട്ടൻ മെല്ലെ താഴുമ്പോ തൊഴുതു പിടിച്ച കൈകളും മുഖത്തെ വശ്യതയാർന്ന ചിരിയും അവന് നേരെ തിരിഞ്ഞു. വിടർന്ന കണ്ണുകളിലെ സന്തോഷത്തിന്റെ കണ്ണുനീർ തിളക്കം അപ്പോൾ അവന്റെ കണ്ണുകളിലേക്കും പടർന്നു കയറി. സേതു സാറേ, എല്ലാം കൊണ്ടും വിചാരിച്ചതിനേക്കാളൊക്കെ മനോഹരായിരുന്നു കേട്ടോ. തൊട്ടടുത്തു നിന്നും അനുമോദിക്കുന്ന രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. അവൻ കണ്ണൊന്ന് ചിമ്മിച്ചിരിച്ചുകൊണ്ട് ചുറ്റിനും നോക്കി. എല്ലാ മുഖങ്ങളിലും സന്തോഷമാണ്. അടുത്തേക്ക് നടന്നു വരുന്ന ഷേണായി സാർ പെരുവിരൽ ഉയർത്തിക്കാട്ടുന്നു. രേവന്ത് സാബ് ഓടി വന്ന് അവനെ ആലിംഗനം ചെയ്തു. അരെ ബേട്ടാ, കമാൽ കർദിയാ. നന്നായിരുന്നു കേട്ടോ. സേതുവിന്റെ മൃദംഗവും ആ ജതികളും കൂടെ കൂടിയപ്പോ ഡാൻസ് തന്നെ വേറൊരു തലത്തിലേക്കായി. ഭാഗ്യ മാഡം അഭിനന്ദിക്കുമ്പോ അവരെ നോക്കി ചിരിച്ച അവന്റെ കണ്ണുകൾ അമ്മയുടെ അടുത്തേക്ക് നടന്നു വരുന്ന ലക്ഷ്യയുടെ കണ്ണുകളുമായി കോർത്തു. വേർതിരിച്ചറിയാനാവാത്തൊരു ഭാവം ആ കണ്ണുകളിൽ.
നീണ്ടു വിടർന്ന കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് ആവാഹിച്ചെടുക്കപ്പെട്ട മനസ്സുമായി അവൻ നിന്നു. സാജൻ ഗാന തയ്യാർ ഹേ, സബ്കോ ബുലാവോ. ഭക്ഷണം കഴിക്കാൻ വിളിക്കാനായി ഷേണായി സാർ പറയുന്നത് കേട്ട് സേതുവിന് വീണ്ടും പരിസരബോധം വന്നു. വില്ല് പോലെ വളഞ്ഞ രണ്ട് പുരികക്കൊടികൾ അമ്മയുടെ പുറകിൽ നിന്നും അവനെ നോക്കി ഉയരുകയും താഴുകയും ചെയ്യുന്നു. ഒരു കുസൃതി ചിരി ആ ചുണ്ടുകളിലേക്ക് അപ്പോ തിരികെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ കഴിക്കാനേ ചെല്ലുകേട്ടോ, ഞാൻ ഇവളെയും കൊണ്ടുപോയി ഡ്രസ്സൊന്ന് മാറ്റിയേച്ചും വരാം. ഭാഗ്യ മാഡം പറഞ്ഞത് കേട്ട് സേതു തല കുലുക്കി. രേവതിക്കും ബാക്കിയുള്ളവർക്കുമൊപ്പം ഷേണായി സാറിന്റെ കൂടെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ സേതു ഒരിക്കൽ കൂടി ഒന്ന് തിരിഞ്ഞു നോക്കി. അതേസമയം തന്നെ ലക്ഷ്യയും തിരിഞ്ഞു നോക്കി. കൂട്ടിമുട്ടിയ മിഴികൾ ചിരിച്ചപ്പോ ചുണ്ടുകളും കൂടെ കൂടി. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായി ഭക്ഷണം ഒരുക്കിയിരിക്കുന്നിടത്തേക്ക് നടക്കുന്നതിനിടയിലാണ് ശിവനന്ദനും വിഷ്ണുപ്രസാദും സേതുവിന്റെ അരികിലേക്ക് എത്തിയത്. ഓ എന്റെ മച്ചാനെ, എന്നാ പെർഫോമൻസ് ആയിരുന്നു നിങ്ങൾ രണ്ടും കൂടെ. സേതുവേട്ടന്റെ ആ ജതികൾക്കനുസരിച്ച് ലക്ഷ്യയുടെ ചുവടുകൾ ഒരു രക്ഷയും ഇല്ലായിരുന്നു കേട്ടോ. ആളുകളൊക്കെ ഏതാണ്ട് ഹിപ്നോട്ട് ചെയ്തതുപോലെ ആയിരുന്നു. വന്ന പാടെ വിഷ്ണു തുടങ്ങി. അല്ല എന്നിട്ട് ആളവിടെ പോയി? ചുറ്റിനും നോക്കിയിട്ട് അവൻ ചോദിച്ചു. ആര്? എന്റെ ലക്ഷ്യക്കൊച്ചി, അല്ലാതെ ആര്? എടാ വട്ടേ, നീ ഒന്ന് ചുമ്മാതിരുന്നേ, എന്തേലും കഴിച്ചിട്ട് വേഗം പോകാൻ നോക്കാം. ശിവനന്ദൻ തിരക്ക് പിടിച്ചപ്പോ അവർ ഭക്ഷണം വിളമ്പുന്നിടത്തേക്ക് നടന്നു. പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളത് പ്ലേറ്റിലേക്ക് എടുത്ത് തിരക്കിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരോ പിന്നിൽ നിന്നും സേതുവിന്റെ ശരീരത്തിൽ വന്ന് തട്ടി. മുന്നോട്ട് ഉലഞ്ഞു പോയ അവൻ പ്ലേറ്റ് കയ്യിൽ നിന്നും പോകാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുഖം വെട്ടിത്തിരിച്ചു നോക്കി. കയ്യിൽ ഭക്ഷണം നിറച്ച പ്ലേറ്റുമായി ഓറഞ്ച് നിറമുള്ള ചുരിദാറിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ലക്ഷ്യയെ കണ്ട് അവന് ഭക്ഷണം തൊണ്ടയിൽ കെട്ടി. ചുമച്ചുപോയ അവന്റെ നെറുകയിൽ ലക്ഷ്യ തന്റെ കൈ വെച്ച് മെല്ലെ അടിക്കുന്നത് കണ്ട് വായിലിട്ട ഭക്ഷണം ചവക്കാൻ മറന്നുപോയി വിഷ്ണുവും ശിവനന്ദനും. മേശപ്പുറത്തു നിന്നും അവൾ അവന് നേരെ വെള്ളം നിറച്ച ഗ്ലാസ് എടുത്ത് നീട്ടി. വെള്ളം കുടിക്കൂ, ശരിയായിക്കൊള്ളൂ. ആ ഗ്ലാസ് കയ്യിലേക്ക് വാങ്ങി ശ്വാസം പോലും വിടാതെ ഒറ്റയടിക്ക് കുടിക്കുന്നവനെയും അത് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവളെയും മാറി മാറി നോക്കിക്കൊണ്ട് ശിവനന്ദനും വിഷ്ണുവും വീണ്ടും ഭക്ഷണം ചവക്കാൻ തുടങ്ങി. ഹായ്, ഞാൻ ലക്ഷ്യ രേവന്ത്. ഡാൻസിന്റെ തിരക്കിനിടയിൽ പരിചയപ്പെടാൻ പറ്റിയില്ല. തന്റെ നേരെ നീട്ടിയ കയ്യിൽ പിടിച്ച് കുലുക്കാനായി വലത്തെ കൈ നീട്ടുമ്പോഴാണ് അത് എച്ചിൽ കൈയാണല്ലോ എന്ന് സേതു ഓർത്തത്. ചമ്മിയ ചിരിയുമായി കൈ പിൻവലിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവൾ ആ എച്ചിൽ കൈയിൽ പിടിച്ച് കുലുക്കി കഴിഞ്ഞിരുന്നു. ഇപ്രാവശ്യം ശിവനന്ദനും വിഷ്ണുപ്രസാദിനുമൊപ്പം സേതുവും ഭക്ഷണം ചവക്കാൻ മറന്നു. അവന്റെ കയ്യിൽ നിന്നുമുള്ള ഭക്ഷണശകലങ്ങൾ പറ്റിയ കൈകൊണ്ട് തന്നെ തന്റെ പ്ലേറ്റിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ ലക്ഷ്യ മുന്നിൽ കുറ്റിയടിച്ച പോലെ നിൽക്കുന്ന 3 പേരെയും നോക്കി ചിരിച്ചു. ഏയ്, നിങ്ങളെക്കൊന്ന് പരിചയപ്പെടുത്തുന്നേ. അവൾ പറഞ്ഞത് കേട്ട് മുന്നിലേക്ക് ചാടിയ വിഷ്ണു സേതു ചെയ്തതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കൈ അവൾക്ക് നേരെ നീട്ടി. ഹായ്, ഞാൻ വിഷ്ണു പ്രസാദ്. ഇവിടെ ജന്മലാൽ ബജാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ MBA പഠിക്കുന്നു. ഇത് ശിവനന്ദൻ, ഇവനും ഇവിടെ തന്നെയാ പഠിക്കുന്നത്. ലക്ഷ്യ അവൻ നീട്ടിയ കൈയിലേക്ക് നോക്കി വീണ്ടും ചിരിച്ചു. നമസ്കാരം, നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടതിലെ വളരെ സന്തോഷം. അവന് കൈ കൊടുക്കാതെ ലക്ഷ്യ പറഞ്ഞത് കേട്ട് ശിവനന്ദൻ ചിരി ഒതുക്കി. സേതു അപ്പോഴും നിലാവത്തഴിച്ചു വിട്ട കോഴിയുടെ അവസ്ഥയിലായിരുന്നു. നിങ്ങളുടെ കൂട്ടുകാരൻ സംസാരിക്കില്ലേ? തന്നെ നോക്കിയാണ് അവളുടെ ചോദ്യമെന്ന് മനസ്സിലാക്കിയെങ്കിലും സേതു മിണ്ടിയില്ല. ഓ, സേതു അണ്ണൻ വലിയ നാണക്കാരനാ, പെൺപിള്ളേരോടൊന്നും അങ്ങനെയൊന്നും മിണ്ടത്തില്ലെന്നേ. വിഷ്ണു പറഞ്ഞത് കേട്ട് ലക്ഷ്യ സേതുവിനെ അടിമുടി ഒന്ന് നോക്കി. അപ്പോ കുറച്ച് പാട് കഴിക്കേണ്ടി വരുമല്ലോ. വിഷ്ണുവിനൊപ്പം ശിവനന്ദനും ആശ്ചര്യപ്പെട്ടു. നിങ്ങളുടെ കൂട്ടുകാരൻ വിവാഹം കഴിക്കാന്നേ ആ പെൺകുട്ടി കുറച്ച് പാടുപെടുമല്ലോ എന്നോർത്ത് പറഞ്ഞതാ. ഭക്ഷണം കുഴക്കുന്ന നീണ്ട വിരലുകളിൽ കണ്ണുകൾ ഉടക്കി നിൽക്കുമ്പോൾ അവളുടെ വാക്കുകൾ കേട്ട് സേതു മുഖമുയർത്തി. നോക്കാതെ നോക്കുന്ന കൺകോണുകളിൽ കുസൃതിയോടൊപ്പം ഇടകലർന്ന് മറ്റെന്തൊക്കെയോ ഭാവങ്ങൾ. അരെ ബേട്ടി ദേഖോ, യേ കോൻ ആ ഗയാ ഹേ. പിന്നിൽ നിന്നും രേവന്ത് സാബിന്റെ ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. സാബിന്റെ കൂട്ടത്തിൽ കുറച്ചു പേര് നടന്നു വരുന്നുണ്ട്. എല്ലാവരും കറുത്ത കോട്ടും കറുത്ത പാൻസുമാണ് വേഷം. അവരുടെ നേതാവ് എന്ന് തോന്നിക്കുന്ന ഒരാൾ നടുവിൽ നടക്കുന്നുണ്ട്. ചെറുപ്പക്കാരനും സുമുഖനുമായ അയാൾ ഒരു വെളുത്ത കോട്ടാണ് ധരിച്ചിരിക്കുന്നത്. കയ്യിൽ സ്വർണത്തിന്റെ വലിയൊരു ബ്രേസ്ലെറ്റ്. അയാളുടെ ബോഡി ഗാർഡ്സ് ആണെന്ന് തോന്നുന്നു ചുറ്റിനും വരുന്നവർ. അടുത്തെത്തിയതും അയാൾ ലക്ഷ്യയെ നോക്കി കൈകൾ കൂപ്പി ചിരിച്ചു. ബേട്ടി, തുമേ മാലൂം ഹേ കോൻ ഹേ?
രേവന്ത് സാബ് അയാളെ പരിചയപ്പെടുത്താൻ തുടങ്ങിയപ്പോ ശിവനന്ദൻ സേതുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവനോടൊപ്പം ആ കൂട്ടത്തിൽ നിന്നും അല്പം അകന്നു മാറിയപ്പോ വിഷ്ണുവും അടുത്തേക്കെത്തി. നീ എന്താ കയ്യിൽ പിടിച്ചു വലിച്ചത്? സേതു ചോദിച്ചു. ആ വന്നിരിക്കുന്നത് ആരാണെന്ന് സേതുവണ്ണൻ അറിയാമോ? അവരെ തന്നെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് സേതു മറുപടി പറഞ്ഞു. അറിയില്ല, ആരാ? അതാണ് ഇവിടത്തെ ഡോൺ റോഹൻ ബായിയുടെ അനിയൻ റോഷൻ ബായ്. വായിലിരുന്ന ഭക്ഷണം ഒരു ഇറക്ക് വിഴുങ്ങിയിട്ട് വിഷ്ണു സേതുവിന്റെ പിന്നിലേക്ക് പതുങ്ങി. ഇവൻ ഇന്ന് ഇവിടെയാണെങ്കിലേ നാളെ ദുബായിലായിരിക്കും, മറ്റന്നാൾ ഹോങ്കോങ്ങിൽ. ഗവൺമെന്റിന്റെ ഭാഷയിൽ ചേട്ടനും അനിയനും പിടികിട്ടാ പുള്ളികളാ. സേതു ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് ഒരു പ്രശ്നവുമില്ലാത്ത പോലെ ആണല്ലോ ആളുടെ നിൽപ്പ്. ആ, അതൊക്കെ അങ്ങനെ തന്നെയാ. ഇവരെ രണ്ടുപേരെയും നമ്മുടെ മുന്നിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും, പക്ഷേ സർക്കാരിനും പോലീസിനും ഇവരെ കാണാൻ പറ്റില്ല. അങ്ങനെയാ അതിൻ്റെ ഒരു കിടപ്പ്. പിന്നിൽ നിന്നിരുന്ന വിഷ്ണു സേതുവിനൊന്ന് തോണ്ടി. അതെ, നമുക്കങ്ങ് പോയാലോ? അപ്പോ നിനക്ക് ആ കൊച്ചിനെ പരിചയപ്പെടണ്ടേ? അയ്യേ, അത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ സേതുവണ്ണ. അണ്ണൻ അപ്പോഴേക്കും അതങ്ങ് കാര്യമായിട്ടെടുത്തോ. ഇതാ പ്രശ്നം, ഒരു തമാശ പറയാൻ സമ്മതിക്കില്ല. ബാ പോവാ. വിഷ്ണു വീണ്ടും തിടുക്കം കൂട്ടി. മുന്നിൽ നിൽക്കുന്നവരോട് സംസാരിക്കുന്നതിനിടയിലും ഇടയ്ക്ക് തങ്ങളെ തിരിഞ്ഞു നോക്കുന്നവളിൽ ഉടക്കി നിൽക്കുകയായിരുന്നു ആ സമയം സേതുവിന്റെ കണ്ണുകളും മനസ്സും. അന്ന് രാത്രിയിൽ ഉറക്കം സേതുവിനെ അപ്പാടെ ഉപേക്ഷിച്ചു കളഞ്ഞു. കൺമുന്നിലേക്ക് വന്നു ഞൊടിക്കുന്ന ആകൃതിയൊത്ത കൈവിരലുകൾ, തിളങ്ങുന്ന കണ്ണുകളിലെ കുസൃതി, കാതിൽ മുഴങ്ങുന്ന ചിലമ്പിന്റെ നാദം. ഇരുട്ടിലേക്ക് കണ്ണും തുറന്നു കിടന്ന അവന്റെ മനസ്സിൽ അരങ്ങൊഴിയാതെ അവൾ നടനമാടി. ആ വിരൽ തുമ്പുകളിലെ തണുപ്പ്, ഇനിയുമൊന്ന് തൊട്ടറിയാനുള്ള മോഹം. കടന്നുപോകുന്ന സമയത്തെക്കുറിച്ചോ അവ തീർക്കുന്ന കാലങ്ങളെക്കുറിച്ചോ ചിന്തകളില്ലാതെ ആ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാനുള്ള ആഗ്രഹം. അവളുടെ തുടുത്ത കവിളുകളിലെ നുണക്കുഴികളിൽ നോവിക്കാതെ പല്ലമർത്താനുള്ള കൊതി. മനസ്സിലുയർന്ന ആഗ്രഹങ്ങളുടെ തീരാപ്പട്ടികയിൽ പരതിക്കൊണ്ടവൻ ഇരുട്ടിലേക്ക് നോക്കി ചിരിച്ചു. ഹേയ് ലോകമേ, ഇതാ ഞാനും പ്രണയിക്കുന്നു. അതിശക്തമായി മനസ്സ് വിളിച്ചു പറഞ്ഞത് ശബ്ദം പുറത്തേക്ക് വരാതെ ചുണ്ടുകളും ഏറ്റുപറഞ്ഞു. കട്ടിലിൽ എഴുന്നേറ്റിരുന്ന സേതു ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കി. പാതിരാത്രി കഴിഞ്ഞിട്ടും തിരക്കൊഴിയാത്ത ബോംബെയുടെ വീതികൾ രാത്രിയുടെ വന്യമായ സൗന്ദര്യത്തെ തുറന്നു കാട്ടി നിൽപ്പുണ്ട്. ഇരുട്ട് പുതച്ചു നിൽക്കുന്ന ആകാശത്തിന് കീഴിൽ മലബാർ ഹിൽസിലുള്ള വീട്ടിൽ ഇപ്പോൾ അവളും കിടന്നുറങ്ങുന്നുണ്ടാകും. അവളെ ഉൾക്കൊള്ളുന്ന ഈ ലോകത്തോട് തന്നെ അവനപ്പോൾ സ്നേഹം തോന്നി. തൊട്ടടുത്തുള്ള കട്ടിലുകളിൽ വിഷ്ണുവും ശിവനന്ദനും ഉറക്കത്തിലാണ്. മേശപ്പുറത്തു നിന്നും വെള്ളമെടുത്ത് കുടിച്ചിട്ട് സേതു വീണ്ടും കട്ടിലേക്ക് കിടന്നു. അടുക്കാതെ മാറി നിൽക്കുന്ന ഉറക്കത്തോട് തെല്ലും പരിഭവമില്ലാതെ അവൻ ആ മുറിയിലെ ഇരുട്ടിൽ കൈവിരലുകൾ കൊണ്ട് അവളുടെ രൂപം വരച്ചും മായ്ച്ചും കിടന്നു. പിറ്റേ ദിവസം കാലത്ത് ഓഫീസിൽ ഉറക്കം തൂങ്ങിയിരിക്കുന്നതിനിടയിലാണ് ഷേണായി സാർ സേതുവിനെ അയാളുടെ മുറിയിലേക്ക് വിളിപ്പിച്ചത്. ആ, ഇരിക്കൂ സേതു. കയറി ചെന്നപാടെ ഷേണായി സാർ പറഞ്ഞു. ഇന്നലത്തെ തിരക്കിനിടയിൽ നിന്നോട് കൂടുതൽ അങ്ങ് സംസാരിക്കാൻ പറ്റിയില്ലായിരുന്നു. നീ ഇല്ലായിരുന്നേ ആ പരിപാടി നടക്കാതെ പോയേനെ കേട്ടോ. എന്തായാലും വളരെ നന്നായിരുന്നു. ലക്ഷ്യമോളും സാധാരണയിലും നന്നായിട്ടാ പെർഫോം ചെയ്തത്. താങ്ക് യു സർ. പ്രശംസയുടെ സന്തോഷം അവന്റെ ഉറക്ക ക്ഷീണത്തെ അകറ്റി. രണ്ട് കാര്യം പറയാനാ ഇപ്പോ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അവൻ ആകാംക്ഷയോടെ അങ്ങേരെ നോക്കി. ഒന്ന്, 1 വർഷം പ്രൊബേഷൻ എന്നാണല്ലോ പറഞ്ഞിരുന്നേ. അത് 6 മാസം മതിയെന്ന് മാനേജ്മെന്റ് അങ്ങ് തീരുമാനിച്ചു. ഇന്നു മുതൽ നീ ഇവിടുത്തെ പെർമനന്റ് സ്റ്റാഫാണ്. അത് മാത്രമല്ല, ഒരു ചെറിയ പ്രമോഷനും കൂടി ഉണ്ട്, അസിസ്റ്റന്റ് അക്കൗണ്ട്സ് മാനേജറായിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം. അയാൾ ഒന്ന് നിർത്തിയിട്ട് അവനെ നോക്കി ചിരിച്ചു. നമ്മുടെ രേവന്ത് സാബിനെ മൃദംഗം പഠിക്കാനൊരു ആഗ്രഹം. മൃദംഗം മാത്രമല്ല ചെണ്ടയും. നീ സാബിനെ അത് രണ്ടും ഒന്ന് പഠിപ്പിക്കണം. മോളുടെ ഒരു പ്രോഗ്രാമിന് മൃദംഗം വായിക്കണമെന്ന അങ്ങേരുടെ ഒരു ആഗ്രഹം. എന്തു പറയുന്നു? താങ്ക് യു സർ, ചെയ്യാം. തല കുലുക്കുമ്പോഴും സാബിന്റെ വീട്ടിൽ ചെന്ന് പഠിപ്പിക്കാൻ പറയണേ എന്നതായിരുന്നു അവന്റെ പ്രാർത്ഥന. എങ്കില് നാളെ വൈകുന്നേരം ഓഫീസ് സമയം കഴിഞ്ഞാ 1 മണിക്കൂർ സാബിന്റെ വീട്ടിൽ ചെന്ന് പഠിപ്പിക്കണം. അതിന് ഫീസ് വേറെയും തരും. ശരി സർ. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് തന്നെ ആയതിന്റെ സന്തോഷത്തിൽ അവൻ വീണ്ടും തല കുലുക്കി. സാബിന്റെ വീട് എവിടെയാണെന്ന് നിനക്കറിയോ? മലബാർ ഹിൽസിൽ എവിടെയാണെന്നറിയാം. അവിടെ കടലിന് അടുത്തുള്ള നേപ്പിയൻ സീ റോഡിലെ ഹൗസ് നമ്പർ 108. പുറത്ത് സെക്യൂരിറ്റി ഉണ്ടാകും. അയാളോട് നിന്റെ പേര് പറഞ്ഞാൽ മതി. അപ്പോ മറക്കണ്ട, നാളെ വൈകുന്നേരം 6 മണി മുതൽ. അതിനും അവൻ തല കുലുക്കി. എന്നാ ശരി, പോയിക്കോളൂ. അക്കൗണ്ട്സ് മാനേജറോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഷേണായി സാറിനോട് നന്ദി പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി.
വൈകുന്നേരം ഓഫീസിൽ നിന്നും തിരികെ എത്തിയിട്ട് രാത്രിയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതിനിടയിൽ ഷേണായി സാർ പറഞ്ഞ കാര്യങ്ങൾ ശിവനന്ദനോടും വിഷ്ണുപ്രസാദിനോടും പങ്കുവെക്കുകയായിരുന്നു സേതു. മച്ചാനെ അടിപൊളി, പക്ഷെ ചെലവ് ചെയ്യണം കേട്ടോ. സവാള അരിയുന്നതിനിടയിൽ വിഷ്ണു ഡിമാൻഡ് ഇട്ടു. അണ്ണ, ആ കൊച്ചിനെ അണ്ണനോട് എന്തോ ഒരു പ്രത്യേകത ഇല്ലെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ചപ്പാത്തി പരത്തിക്കൊണ്ട് ശിവനന്ദൻ തന്റെ സംശയം പ്രകടിപ്പിച്ചു. ഉള്ളിലെ സന്തോഷം പുറത്തു കാണിക്കാതെ സേതു അവനെ നോക്കി. നിനക്കങ്ങനെ തോന്നിയോ? പിന്നെ തോന്നാതെ. അണ്ണൻ തിന്നോണ്ടിരുന്ന കൈ പിടിച്ചല്ലേ അവള് കുലുക്കിയത്. എന്നിട്ട് ഒരു കുഴപ്പവും കൂടാതെ ആ കൈ കൊണ്ട് തന്നെ അവളും ഭക്ഷണം കഴിച്ചില്ലേ? അതുപോരെ അണ്ണ മനസ്സിലാക്കാൻ. ആ, അതെനിക്കും തോന്നി കേട്ടോ. അതുകൊണ്ടല്ലേ ഞാൻ വിട്ടത്. അണ്ണന്റെ പെണ്ണാകുമ്പോ നമ്മുടെ ഏട്ടത്തിയല്ലേ. വിഷ്ണുവും ശിവനന്ദനെ പിന്താങ്ങി. അല്ലാതെ ആ റോഷൻ ഭായിയെ കണ്ടിട്ടല്ല അല്ലടാ. ശിവൻ അവനെ കളിയാക്കി. പിന്നെ ഒന്ന് പോയടാപ്പ. അവനല്ല, അവന്റെ അപ്പം വന്നാലും ഈ വിഷ്ണു പേടിക്കത്തില്ല. അവൻ സേതുവിന് നേരെ തിരിഞ്ഞു. അണ്ണാ, അവന്മാരെന്തേലും പ്രശ്നമുണ്ടാക്കാൻ വന്നാലേ ദേ എന്നോട് പറഞ്ഞാൽ മതി കേട്ടാ. കോളേജിൽ നിന്ന് നമുക്ക് പിള്ളേരിറക്കാന്നേ. ഓ ആയിക്കോട്ടെ. ചപ്പാത്തി ചുടുന്നതിനിടയിൽ സേതു തല കുലുക്കുമ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. ഡാ, ഒന്ന് പോയി നോക്കിയേ. ശിവനന്ദൻ പറഞ്ഞത് കേട്ട് പറ്റില്ലെന്ന മട്ടിൽ വിഷ്ണു വിലങ്ങനെ തലയാട്ടി. ഏയ് ഞാനില്ല, അതാ 12 ശർമ്മയായിരിക്കും. ശിവനന്ദൻ മുഖം ചൊളിച്ചു. അയാളാണ് നിനക്കെന്താ? അത് കുറച്ച് കാശ് കൊടുക്കാറുണ്ടേ. നിനക്കിത് എന്തിന്റെ കടടാ വിഷ്ണു? കാശിന് ആവശ്യമുണ്ട് എന്നോട് ചോദിച്ചാ പോരെ. വല്ലവരോടൊക്കെ പോയി ചോദിക്കുന്നതിനാ. ശിവനന്ദൻ ചൂടായി. അത് കേട്ട് തല ചൊറിഞ്ഞ വിഷ്ണുവിനെ ചവിട്ടാനെന്നോണം അവൻ കാലുയർത്തി അലറി. പോയി നോക്കടാ. അതോടെ കത്തി താഴെ വെച്ച് വിഷ്ണു മുൻവശത്തേക്ക് നടന്നു. വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ലക്ഷ്യയെ കണ്ട് അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു. ഹായ് വിഷ്ണു. അവൾ അവന് നേരെ കൈകൾ ചലിപ്പിച്ചു. അവൻ അവളുടെ തോളിന് മുകളിലൂടെ പിന്നിലേക്കൊന്ന് എത്തി നോക്കി. ആരേ നോക്കുന്നേ? ഇന്നലെ വന്നവരൊക്കെ പോയോ അതോ കൂടെ ഉണ്ടോ എന്ന് നോക്കിയതാ. ആര്? ചോദ്യത്തോടൊപ്പം അവളുടെ നെറ്റിയും ചുളിഞ്ഞു. ആ റോഷൻ ഭായിയേ. ഓ, അയാളോ? എന്ത് കാണണോ? ഏയ്, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. അവൻ വിളറി ഒരു ചിരി ചിരിച്ചു. എന്നാ ഇയാളൊന്ന് മാറിക്കേ, ഞാനൊന്ന് അകത്തേക്ക് കയറട്ടെ. ഓ സോറി, വരൂ വരൂ. അവൻ ക്ഷണിക്കും മുന്നേ അവൾ അകത്തേക്ക് കടന്നിരുന്നു. ചുറ്റിനുമൊന്ന് നോക്കിയിട്ട് അവൾ ഒരു കസേരയിലേക്ക് ഇരുന്നു. സേതു ഇല്ലേ ഇവിടെ? അവൾ ചോദിച്ചു. മനസ്സിലായി. ആക്കിയ പോലെ ഒരു ഇളിപ്പെ ചിരിയും ചിരിച്ച് അവൻ നിന്ന് തല ചൊറിഞ്ഞു. എന്ത് മനസ്സിലായെന്ന്? പെട്ടെന്ന് മാറിയ അവളുടെ മുഖത്തെ ഗൗരവം കണ്ട് അവൻ ഉമിനീരിറക്കി. താൻ ചെന്ന് സേതുവിനോട് ലക്ഷ്യമേടെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയൂ. പണി പാളിയോ എന്ന് ആലോചിച്ചു കൊണ്ടു നിന്ന അവൻ അവൾ പറഞ്ഞത് കേട്ടതും അകത്തേക്കോടി. അടുക്കള വാതിൽക്കൽ വന്ന് കിതക്കുന്നവനെ കണ്ട് സേതുവും ശിവനന്ദനും തിരിഞ്ഞു നോക്കി. എന്താടാ, ആ ശർമ്മ നിന്നെ തല്ലിയോ? സേതു ചോദിച്ചു. ഏയ്, അയാളല്ല, മാഡം. അവൻ പുറത്തേക്ക് വിരൽ ചൂണ്ടി. മാഡോ? ഏത് മാഡം? ശിവനന്ദൻ ആശ്ചര്യപ്പെട്ടു. അണ്ണനെ അന്വേഷിച്ചാ വന്നേക്കുന്നേ ആ ലക്ഷ്യ മാഡം. വിഷ്ണു പറഞ്ഞൊപ്പിച്ചു. ആ അണ്ണ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ആ പെൺകൊച്ചിന് അണ്ണനോടെന്തോ ഒരിതുണ്ടെന്ന്. ശിവനന്ദൻ സേതുവിനെ നോക്കി പുരികങ്ങൾ ഉയർത്തി. ഏയ് അല്ലെന്ന മട്ടിൽ വിഷ്ണു കൈ ഇളക്കി. അങ്ങനെ ഞാനെന്ന് ചോദിച്ചപ്പോഴേ അവൾ എന്നെ കൊല്ലാൻ പോകുമ്പോലൊരു നോട്ടം. നശിപ്പിച്ചോടോ അലവലാതി. ശിവനന്ദൻ അവനെ നോക്കി കണ്ണുരുട്ടുമ്പോ സേതുവും കാര്യം മനസ്സിലാവാതെ നിന്നു. ആ അണ്ണനെന്തായാലും ചെല്ലി, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം. ശിവൻ പറഞ്ഞത് കേട്ട് സേതു മുൻവശത്തേക്ക് നടന്നു. അവിടെ കസേരയിൽ കാലിന്മേൽ കാലും കയറ്റി വെച്ചിരിക്കുകയായിരുന്ന ലക്ഷ്യ അവനെ ഗൗരവത്തോടെ നോക്കി. മിസ്റ്റർ സേതു, താങ്കളെ പെർമനന്റ് ആക്കിക്കൊണ്ടുള്ള ഓർഡർ കിട്ടിയില്ലേ? അവളുടെ ആ ഭാവം കണ്ട് ആശയക്കുഴപ്പത്തിലായി അവൻ തല കുലുക്കി. യെസ് മാഡം. ഗുഡ്. ഞാനും ആ കമ്പനിയുടെ ഡയറക്ടേഴ്സിലെ ഒരാളാണെന്ന് അറിയാലോ അല്ലേ? അറിയാം. വെരി ഗുഡ്. കമ്പനിയുടെ ചില തന്ത്രപ്രധാനമായ നീക്കങ്ങളെ കുറിച്ച് എനിക്ക് താങ്കളോട് നേരിട്ട് സംസാരിക്കാനുണ്ട്. അതിനുവേണ്ടിയാ ഞാനിപ്പോ വന്നിരിക്കുന്നേ. മാഡം പറഞ്ഞോളൂ. സേതു കൈകൾ കെട്ടി നിന്നു. വെൽ, അത് നമുക്ക് ഇവിടെ വെച്ച് സംസാരിക്കണ്ട. താങ്കൾ ഫ്രീ ആന്നേ എൻ്റെ കൂടെ വരൂ. നമുക്കല്പം പ്രൈവസിയുള്ള എവിടെയെങ്കിലും പോയിരുന്നെന്ന് സംസാരിക്കാം. കമ്പനിയെക്കുറിച്ച് അതീവ രഹസ്യങ്ങളായ ചില കാര്യങ്ങളാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഓ യെസ്, ഞാൻ റെഡി ആയിട്ട് പെട്ടെന്ന് വരാം മാഡം. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം.
പോയി റെഡി ആയിട്ട് വരൂ. നമുക്ക് കളയാനധികം സമയമില്ല കേട്ടോ. ഞാൻ ദാ വന്നു. കഴിഞ്ഞ ദിവസം രാത്രി കൊണ്ട് മനസ്സിലും ആകാശത്തുമായി വരച്ചുകൂട്ടിയ രൂപങ്ങളെല്ലാം മായ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് ഓടുമ്പോൾ ആ ഓട്ടവും നോക്കി അവൾ അവിടെ ഇരുന്ന് ചിരിച്ചു. ഒന്നു മോനെ സേതു, പെൺപിള്ളേരോട് സംസാരിക്കാൻ നാണമല്ലേ? ഇന്നത്തെ കൊണ്ട് മുന്റെ നാണമൊക്കെ മാറ്റിത്തരാൻ കേട്ടോ. വേഗം വാ. മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ആ കസേരയിലേക്ക് ചാരിയിരുന്നു. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. താങ്ക്